തേക്കടിയിൽ ഇസ്രായേലി ടൂറിസ്റ്റിന് തുണി കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പേരിട്ടുകൊണ്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കാശ്മീരി മുസ്ലിം അയാൾ ചെയ്ത പണിയാണ് ഇന്നലെ വാർത്ത ഉണ്ടാകുന്നു. അതായത് കടലോട്ട് എല്ലാവരും വിളിച്ച് കയറ്റുമല്ലോ, വാ ഇടയ്ക്ക് ഊണും തയ്യാർ, ഹലാൽ റെഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡൊക്കെ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പല ഐറ്റം വെച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഇത് ആൾ കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ ഹീബ്രുവിൽ എന്തോ സംസാരിക്കുന്ന കേട്ടു, ഇസ്രായേലി ടൂറിസ്റ്റ് ആണേ. അപ്പോൾ അയാൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ ഈ കാശ്മീരി പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഇസ്രായേലിക്ക് തുണി കൊടുക്കാൻ പറ്റത്തില്ല, കടയൊക്കെ അടച്ച്. അപ്പോൾ ഈ പെണ്ണുപിള്ളയാണെന്ന് തോന്നുന്നു, അവരുടെ ഭർത്താവിനോട് പറയുന്നു, ഡ്രൈവർ ഇടപെടുന്നു, അങ്ങനെ കച്ചറയാകുന്നു, അവസാനം വ്യാപാരി വ്യവസായി ഇടപെടുന്നു. അങ്ങനെ കാശ്മീരികളുമായിട്ടുള്ള പരിപാടി ഇനി കേരളത്തിൽ ഈ മൂലയ്ക്ക് ഇങ്ങനത്തെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലകളിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തുന്നു. അല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ളവന്മാരെ ഇവിടെ നിർത്തി ഇങ്ങനെയുള്ള പണി കാണിക്കാൻ? ഇവർക്ക് ഇത് അറിയത്തില്ല, പിന്നെ ഇവരെന്തിനാണ് എന്ത് ഇവരുടെ പ്രശ്നം? ഇവർക്ക് ഇസ്രായേലിനെ എന്തോ പ്രശ്നം? ഇസ്രായേൽ ഇന്ത്യയും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നീ പൊട്ടന്മാരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഇങ്ങനെ കുറേ മണ്ടന്മാരോട് ഇറങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ ഇന്ത്യയും തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ഇസ്രായേലും പാലസ്തീനോ ഗാസയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തോളും, മനസ്സിലായി? അതായത് രാജ്യത്തിന് പട്ടാളവും യുദ്ധവും പിന്നെ അവിടെ ഭരണാധികാരികളും അവിടെ പലതും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ കാശ്മീരിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അവിടെ ഇപ്പോൾ ഇത് ആൾക്കാർ സംശയിക്കത്തില്ല. ഇപ്പോൾ കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതേ അക്രമം അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BJP-ക്കാരും RSS-കാരും പറയുന്നതൊക്കെ ശരിയല്ലേ? ഇവന്മാർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും? ഇവർക്ക് എന്ത് തരം അസഹിഷ്ണുതയാണ് ഇവർക്കുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ത്യ നിന്നുകൊണ്ട് ഇസ്രായേലി ടൂറിസ്റ്റ് ഇവിടെ വരുമ്പോൾ അവൻ എന്താ വിചാരിച്ചു? ഇവരെന്താ അതിക്രമിച്ച് കയറിയാന്ന് വിചാരിച്ചോ? അത് നുഴഞ്ഞു കയറ്റക്കാരനെന്ന് വിചാരിച്ചു? ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന തീവ്രവാദിയെ പോലെ നുഴഞ്ഞു കയറിയവരാണെന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അത്രയും മണ്ടന്മാരായിമാർ, മനസ്സിലായോ? തീരെ ബോധമില്ലാത്ത വെളിവില്ലാത്ത കുറേ അലവലാദികൾ. ഇത് തീവ്ര മുസ്ലിം എന്ന് പറയും. ഏത് മുസ്ലിം ആണെങ്കിലും കൊള്ളാം, ഇത് ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഏത് തെണ്ടിയാണെങ്കിലും പോലീസുകാരനാണെങ്കിലും. പോലീസുകാർ ഇതുപോലെ തന്നെ ഒരു വിദേശിയുടെ മദ്യക്കുപ്പിയൊക്കെ എടുത്ത് കമത്തി കളയുന്ന ഒരു ഇൻസിഡന്റ് നേരത്തെ കേരളത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ കാർത്തിക് സൂര്യോട് പോയി ഒരു 2-3 ഡാൻസോടെ കളിക്കാൻ പറ, കുറച്ചുകൂടി കേരളം കണ്ടെങ്കിൽ വരട്ടെ ഇതുപോലത്തെ തെണ്ടിത്തരം കാണാനായിട്ട്. ഞാൻ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചിട്ടും ഒരു കാര്യമില്ല. ഈ ഇട്ടവട്ടത്ത് കിടന്ന് ഈ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നതോ അല്ലെ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വരാനല്ലാതെ വിദേശത്തു നിന്ന് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ നാട്ടിൽ മൊത്തം വൃത്തികേടും കൾച്ചേർഡ് അൺകൾച്ചേർഡ് ബാർബേറിയൻസ് എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരുള്ള ഇത്രയും നശിച്ച ചിന്താഗതിയുള്ള വർഗീയതയും എന്താ പറയുക ദേശീയതയും ഇത്രയും മണ്ടത്തരങ്ങളെല്ലാം തലേ വെച്ച് അന്ധവിശ്വാസികളായ കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരം ഉടായ്പും മാത്രം കാണിച്ച് ഈ വരുന്നവരെ ലൂട്ട് ചെയ്യാൻ കച്ച കെട്ടി നിൽക്കുന്ന, ഏത് രീതിയിലും എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് വരെ ഓടാൻ സാധ്യതയുള്ള, കൊലപാതകം വരെ നടക്കാൻ സാധ്യതയുള്ളൊരു നാടായിട്ടാണ് വിദേശത്തുള്ളവരൊക്കെ ഇന്ത്യ കാണുന്നത്. അവിടെ നേതോ ദാരിദ്ര്യവാസികളാണ് കൂടുതൽ ഇങ്ങോട്ടൊക്കെ വരുന്നത്. അവരെ പോലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഇവന്മാർ. ഇപ്പം കണ്ടില്ല ഇതെന്ത് തരം മണ്ടത്തരം ഇവന്മാർ കാണിച്ചത്? ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് പല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കും. കൾച്ചർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഭയങ്കര കൾച്ചർ. ഇവിടെ നിന്ന് അങ്ങോട്ട് തളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാർ യൂറോപ്പിലൊക്കെ ചെന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് ഓണം ആഘോഷിച്ചില്ലാണ്ട് പോലെ ഇവിടെ ഓണമൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരെ ഇവർ കണ്ടു. ഇവരല്ല ഞാൻ പറയുക, മൊത്തത്തിൽ ഇവന്മാർ മൊത്തത്തിൽ ഇന്ത്യയിലെ കൾച്ചർ, ഇതുപോലെ കൾച്ചർ ഇല്ലാത്ത മനുഷ്യ ലോകത്ത് വിവരവും ഇല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാസയിലോ പാലസ്തീനിലോ ഇസ്രായേലിലോ അല്ലെങ്കിൽ ഇറാനിലോ ഒക്കെ നടക്കുന്ന സംഭവത്തിന് ഇന്ത്യ കിടന്ന് ബഹളം വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് അവിടെ ഇപ്പോൾ മുസ്ലിങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്തിനു കിടന്ന് ചാടണം? ഇവിടെ ഇന്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലാതെ മുസ്ലിംസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങനത്തെ പഠനം എവിടെ നിന്ന് ഇവർ പഠിക്കുന്നത്? ഇതെങ്ങനെ പഠിച്ചു ഇവനെ ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരാൾ ശത്രുവാണെന്നും അയാൾക്ക് തുണി കൊടുക്കരുത്, അയാൾ കടയിൽ കച്ചവടം നടത്തരുത്, അയാളുടെ പൈസ എനിക്ക് വേണ്ടെന്നൊക്കെ പറയാൻ ഇവൻ എവിടെ നിന്ന് പഠിച്ചു? അങ്ങനെ ഒരു പഠനം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് അപകടമല്ലേ? അത് ആര് ചെയ്താലെന്താ? അതിനകത്ത് ഇപ്പം മുസ്ലിങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു മുസ്ലിമാണ് ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ മീശയൊക്കെ പഠിച്ച് താടിയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു മുസ്ലിം. ഇയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഇയാൾക്ക് തീവ്രവാദിയാണോ? തീവ്രവാദി സംഘടനയായിട്ട് ബന്ധമുണ്ടോ? കാശ്മീരി തന്നെയാണോ? അങ്ങനൊന്നും അല്ല, ഇതൊരു മുസ്ലിമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് മുസ്ലിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ. ഇതുപോലത്തെ ഐറ്റങ്ങളെ എന്തെങ്കിലും തരത്തിലൊരു വിദ്യാഭ്യാസം കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ മണ്ടത്തരം പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്താലേ ബാക്കി. ഇതിപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് മുസ്ലിങ്ങളാകത്തോ, എന്തുകൊണ്ട് എല്ലാം മുസ്ലിങ്ങൾ മണ്ടയ്ക്കോട്ട് കയറുന്നു ചോദിച്ചാൽ ഇതാണ് കാരണം. ഇതൊരു കാരണം. ഇനി വേറെ എന്തെല്ലാം കാരണങ്ങൾ വേണം? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇമാര് തെണ്ടിത്തരം കാണിച്ച് നടക്കുക, സ്ഥിരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക. ഒരാൾ ഇങ്ങനത്തെ കച്ചറാണെങ്കില്ല. പിന്നെ പോലീസുകാർ ഏകദേശം ഇതുപോലത്തെ പണിയാണ് കാണിച്ചാൽ അന്ന് മദ്യക്കുപ്പി കമത്തി കളയും ഒരു വിദേശിയുടെ. എന്തിന്? അതൊക്കെ നിയമപരമായിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പെറ്റിയടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അത് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. അതിന് പകരം അവിടെ നിന്ന് തെണ്ടിപ്പണി കാണിച്ച തീട്ട പോലീസുള്ള ഒരു നാടാണിത്. പോലീസുകാരത് ചെയ്യുമ്പോൾ ഈ മുസ്ലിമിന് അത് ചെയ്യാം. കാശ്മീരി മുസ്ലിം. ഇവിടുത്തെ മുസ്ലിങ്ങൾ ആരും ചെയ്തില്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെയുള്ളവരല്ല. പക്ഷേ നാണക്കേട് മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക് വരത്തുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാരനായ മനുഷ്യൻ വരെ അവരെ പുച്ഛിക്കും. പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് പ്രകടനം എടുക്കുന്നു. ഇസ്രായേലി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു കൂട്ടർ കാസ കീസ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ മറ്റേ സംഘി ഗ്രൂപ്പ് എന്ന് പറയുന്നവന്മാർ കിടന്ന് തുള്ളിച്ചാടും. ഗാസയിലുള്ളവരെ കൊന്നേ ഉണ്ടെങ്കിൽ ഇസ്രായേലിൽ ഒരു ബോംബ് വീഴും, ഇവിടെ ഉള്ള സുഡാപ്പികളോ ആരാണ്ട് ഏത് കൂട്ടരാന്ന് അറിയത്തില്ല, അവന്മാർ കിടന്ന് കണ്ടോ ഇസ്രായേലിനെ അടിച്ചു. ഇവിടെ കിടന്നുകൊണ്ട് ചുമ്മാ കച്ചറ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുത്തിത്തിരിപ്പ് വർത്താനോ അലമ്പൊക്കെ കാണിക്കും. പിന്നെ ഇതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ നെഞ്ചത്തോട്ട് കയറാനും മടിയൊന്നും ഇല്ലെന്നുള്ളത് ഇവിടെ തെളിയിച്ചു. ഇവൻ കാശ്മീരി ആയിരിക്കും, പക്ഷേ ഇവിടുത്തെ ഒരു മലയാളിക്ക് ഇത് പറ്റും. അത് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത് ആരും. ഇത് പറ്റത്തില്ലാത്ത കാര്യമൊന്നുമല്ല. ഇവിടെ മണ്ടന്മാരുണ്ട്, വെളിവില്ലാത്തവന്മാരുണ്ട്. അവരുടെ മുന്നിൽ ഈ ഇസ്രായേലിൽ പോകാഞ്ഞുകൊണ്ട് പറ്റിയതാണ്.
ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ മണ്ടന്മാർക്ക് തോന്നും ഓ അവൻ ജൂതനാണ്. ഇതാണ് വംശീയമായ പ്രശ്നം, ഈ വംശീയ വെറി. മനസ്സിലായല്ലോ? ഇതിനകത്ത് വർഗീയതയുണ്ട്, വംശീയത എല്ലാം കൂടെ കലങ്ങി കിടക്കുകയാണ്. ഇതാരാ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ ഒരു BJP കാരൻ പ്രകടിപ്പിച്ചാൽ കാണാൻ ഇതിൻ്റെ വിവരം എന്തുവാണ്? ഇവിടെ കിടന്ന് എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയേനെ? വർഗീയത എല്ലാവർക്കും ഉണ്ട്. അതിവിടെ ഈ വർഗീയത ഉള്ള ആൾക്കാരുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. പക്ഷെ കൂടുതൽ ഇപ്പോൾ വന്നേക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണ്. ക്രിസ്ത്യാനികളുടെ ഇങ്ങനത്തെ സീൻ വരത്തില്ല. ഏത് രാജ്യക്കാരും വന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഇസ്രായേൽ പോട്ടെ, ഗാസ എന്നൊരാളെ കണ്ടാലും അവർക്ക് ഒരു വിരോധം തോന്നുന്നില്ല. അതെന്ത് വ്യത്യാസമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്ത് പഠിക്കുന്നത് ഇവരുടെ സ്കൂളുകളിലൊക്കെ, അല്ലെങ്കിൽ ഇവിടെ മതം എന്ത് ഇവരെ പഠിപ്പിക്കുന്നത്? ഈ ക്രിസ്ത്യാനികൾക്കൊന്നും ഈ പഠനം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇല്ലാത്ത അല്ലെ മുസ്ലിങ്ങളായിട്ടൊക്കെ പ്രശ്നം തോന്നും. യേശുവിൻ്റെ സ്ഥലത്ത് പോയി ആക്രമിച്ച ഗാസക്കാരാ എന്നൊക്കെ തോന്നത്തില്ല. ഈ ഗാസയ്ക്ക് അത് തോന്നുന്നുണ്ട്. ഈ മറ്റേ എന്താ പറയണ്ടേ, ക്രിസംഗികൾക്ക് അത് തോന്നും. ക്രിസംഗികൾ ഉണ്ടായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ സാധനം അത്. അതിന് കാരണക്കാരാരാ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള ഇത് പുതിയ ലേറ്റസ്റ്റ് അല്ലേ? കൂടി വന്ന എത്ര വർഷമായി കാസ എന്നുള്ള വാക്ക് ആൾക്കാർ ഇവിടെ കേൾക്കാൻ തുടങ്ങിയിട്ട്? അതൊരു പ്രത്യേക ഏരിയയിലല്ലേ നടന്നത്? ഇങ്ങനത്തെ പണികൾ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വേർതിരിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഇതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു? ഈ തെണ്ടിത്തരത്തിനെ എങ്ങനെ ന്യായീകരിക്കുന്നത്? ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇതിനെപ്പറ്റി ന്യായീകരിക്കാൻ വല്ലതും കിട്ടുമോ? അവൻ മുസ്ലിം അല്ലെന്ന് പറയൂ, ഇത് ഞങ്ങളിൽപ്പെട്ട ആളല്ല, ഇത് വേറെ ആളാണ്, അങ്ങനെ ആർക്കും അറിയത്തില്ല. ഈ സുന്നി ഏതാ, മുജാഹിദ് ഏതാ, മറ്റേ ഏതൊക്കെ ഉണ്ട്, ഈ ഊളത്തരമൊക്കെ ഏതാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന ഒരു മീശയൊക്കെ ഒഴിച്ച് താടിയൊക്കെ വളർത്തി കാശ്മീരിൽ നിന്ന് വന്ന തീവ്രവാദി ആയിരുന്ന ഒരു മുസ്ലിമിൻ്റെ ഏതോ മകനാന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം പൊട്ടത്തരങ്ങൾ എവിടെയാണ് പഠിക്കുന്നവർ? ഈ പഠിത്തം നിർത്തണം, ആ പഠിപ്പീരാണ് നിർത്തേണ്ടത്. മനസ്സിലായോ? ഈ ലോകത്തെവിടെയും മൂലയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വീട്ടിൽ കാണിക്കണം. അല്ലേ ഈ നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ സമാധാനത്തെയും ഈ പറഞ്ഞ സമ്പത്തിനെ വരെ നശിപ്പിച്ചിട്ടാണേലും വേറെ എവിടെയോ കിടക്കുന്ന മണ്ടത്തരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പീരുണ്ടല്ലോ, അത് നിർത്തണം. അതാണ് വേണ്ടത്. അത് നിർത്താതെ പറ്റത്തില്ല. ഇതിനകത്ത് ഇപ്പം പറയാതിരിക്കുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം വൃത്തികേടുകൾ വേറെ ഏതെങ്കിലും ഒരു ജാതി ഏതെങ്കിലും ഒരുത്തം ചെയ്യൂ, ഏതെങ്കിലും രാജ്യക്കാരൻ ചെയ്യൂ. ഇങ്ങനെ എന്തൊരു തെണ്ടിത്തരവാണ് കാണിച്ചത്. ഇവൻ എവിടെ നിന്ന് ഇത് പഠിച്ചത്? കാശ്മീരിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമല്ലേ? കാശ്മീരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആര് കാരണമായിരിക്കും? എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് BJP കുറ്റം പറഞ്ഞാൽ മതി. ബീഫ് കഴിക്കുമ്പോൾ തല്ലിക്കൊല്ലുന്നവനെ നമ്മൾ ഇതുപോലെ തന്നെ പറയും. മനസ്സിലായോ? അങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താലും എതിർക്കും, ഇത് കണ്ടാലും എതിർക്കണം. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ഉടനെ മറ്റേതാണ് പഴയതെന്തൊക്കെയോ അവിടെ നടന്ന സംഭവങ്ങളുമായിട്ട് ഇവർക്ക് എന്തോ ബന്ധമുണ്ട്, ഇവരാരാ? ഈ ഇന്ത്യയിലെ ആൾക്കാർ ഈ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യൻ എന്നേ അറിയപ്പെടുന്നുള്ളൂ. അല്ലാതെ ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം തരം തിരിച്ചൊന്നും ഒരുത്തരും കയറ്റി പോലും വിടത്തില്ല. ഈ സൗദിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോ അങ്ങനെ നോക്കിയിട്ടല്ല അവിടെ പല കാര്യങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ഒറ്റ അറബിയെ കൊണ്ട് ഒരുത്തനും കെട്ടിച്ചു വിട്ടിട്ടില്ല ഇതുവരെ. ഒരു മുസ്ലിമിനെ കൊണ്ട് ഇന്ത്യൻ മുസ്ലിംസിനെ കൊണ്ട് കെട്ടിക്കുന്ന കുറവാണ്, വളരെ കുറവാണ്. അത്രയ്ക്ക് ഈസിയൊന്നും അല്ല ഇത്. അതാണ് റേസിസം. അല്ല, അതിന് റിലീജിയനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവിടെ അവർക്ക് നല്ലപോലെ അറിയാം വേദവനെ കൊണ്ട് കെട്ടിക്കണം, ആരുടെ കൂടെ ചങ്ങാത്തം കൂടണം എന്നൊക്കെ. ഇവിടെ നിന്ന് ഈ അഭ്യാസം മൊത്തം കാണിച്ചാലും തലയും കുത്തി നിന്നാലും മീശ പഠിച്ചാലും തൊപ്പി വെച്ചാലും ഉടുപ്പിട്ടുകൊണ്ട് നടന്നാലും അവന്മാർ അടുപ്പിക്കത്തില്ല. അവന്മാരാണ് ഇവിടെ കിടന്നിട്ട് ഈ സിറിയയിലോട്ടോ ഗാസയിലോട്ടോ ഒന്ന് ചെന്ന് കയറി നോക്കുക. അവിടുത്തെ അവന്മാർ ഓടിക്കുമാരൊക്കെ. ഇവിടെ കിടന്ന് ഈ ജയ് വിളിക്കുന്നവനെയും ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഇസ്രായേലികളെ ഇവിടെ വരുമ്പോൾ എതിർത്തെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഒന്ന് ആരടിപ്പിക്കുന്നൊന്നുമില്ല. അവിടെ ഒരു പെങ്കൊച്ചിനെയും കെട്ടിച്ചു കൊടുക്കത്തില്ല ഇവന്മാർക്ക്. പിന്നെ ഇവിടെ കിടന്നു എന്ത് വിഡ്ഢിത്തരം ഇവന്മാർ കാണിക്കുന്നത്? ഏത് ഈ ഗ്രൂപ്പ്? മുസ്ലിങ്ങളെ ആൻസർ ചെയ്യും. ഇത് ഏത് ഗ്രൂപ്പിൽ പെട്ടവരാണ്? ഇവനെ എങ്ങനെ ഇത് പഠിച്ചു? ഇതിന് വേറൊരു കൂട്ടർ അറിയിക്കണോ ഇനി? ഇത് ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇവിടെ നടക്കാൻ പാടുണ്ടോ? ഇത് അങ്ങനത്തെ രാജ്യമാണോ? ഈ സൗദി പോലും പഠിപ്പിക്കുന്നില്ല ഇങ്ങനൊന്നും. ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിൽ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് പഠിപ്പിക്കുന്നുണ്ടെന്ന് നോക്കാം. അവിടുത്തെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ രാജാവിന് ആദ്യം കൊടുക്കണം. എല്ലാ വർഷത്തെ ഷെഡ്യൂൾ കൊടുക്കണം. എന്തൊക്കെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും, ഇത് മാത്രമേ പറയാവൂ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആ രാജ്യത്തിന് ദോഷമാണ്. മനസ്സിലായോ? അവിടെ നിന്ന് വർഗീയത ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പാട്രിയേറ്റ്സിന് നേരെയൊക്കെ ഇങ്ങനത്തെ അക്രമങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കും, ഇമാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ആ രാജ്യത്ത് പ്രശ്നങ്ങളില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഈ മദ്രസയെ പഠിപ്പിക്കുന്നതും ഈ ഇമാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇവൻ്റെയൊക്കെ തലയിൽ ഇമാരി മണ്ടത്തിലൊക്കെ കയറിയിരിക്കുന്നത്. പള്ളിയിൽ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല അവിടെ. എനിക്കറിയാം കുവൈറ്റ് സമ്മതിക്കത്തില്ല. കുവൈറ്റിൽ ഒരു ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ രാജാവ് അവിടെ ഒത്തിരി വർക്കുകയാണ്, ഇമാതിരി പ്രശ്നങ്ങൾ ഇങ്ങനെ പറ്റത്തില്ല, ഇനി മോണിറ്റർ ചെയ്യാൻ പോവാണ്. അതായത് ഇവർക്ക് കൃത്യമായ അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ CCTV മോണിറ്ററാണ്, ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ ആ പറഞ്ഞ വർത്താനം പറയുന്ന കുസ്താദല്ല, ഏത് മസ്താദാണെങ്കിലും എന്ത് കോപ്പനാണെങ്കിലും അവനെ പിടിച്ച് ഉള്ളത്തള്ളും. ഇവനൊന്നും ഈ പരിപാടിയും കൊണ്ട് ഈ പറഞ്ഞ സൗദിയിലോ ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളിൽ എവിടെയും പോയി ഇവിടുത്തെ ഉസ്താദുമാർക്ക് ഇമാതിരി കുത്തിത്തിരിപ്പ് വർത്താനം പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ഇന്ത്യ പറ്റും. ഇന്ത്യയിലെ ഇമാര് തെണ്ടിത്തരം കാണിക്കത്തുള്ളൂ. ഇസ്രായേലുകൾ ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ടാവും. അവർക്ക് നേരെ അവിടെ ഉള്ളവർ ഇങ്ങനെ ചെയ്യത്തില്ല. അല്ല വേറെ ലോകത്ത് എവിടെ പോയാലും നടക്കത്തില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നടന്നു. അതും കേരളത്തിൽ. ഇവനെ പറഞ്ഞു വിടുമല്ലേ, ഇവനെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവർ പറയുന്ന പോലെ പാകിസ്ഥാനിലോട്ട് വിടണം ഇവനെ. ഇമാര് തെണ്ടിത്തരം പഠിപ്പിച്ച ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് സംഘികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സമ്മതിക്കുന്നത്? എല്ലാം കാണിച്ചു വിട്ടുന്ന ആരാ ഇവിടെ? ഇമാര് വൃത്തിയോട് മൊത്തം കാണിക്കും. ഇപ്പോൾ എന്തൊക്കെ വൃത്തിയോട് കാണിച്ച് ഒന്ന് എണ്ണെടുത്ത് എല്ലാ കൂട്ടത്തിലും ഉണ്ട്. ഒരുത്തം ബീഫ് കഴിച്ചിട്ട് ഒരുത്തനെ തല്ലിക്കൊല്ലുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ തല്ലിക്കൊല്ലുന്നു, അത് വൃത്തികേടാണ്. അത് സംഘി ചെയ്തു. അടുത്തത് സുഡാപ്പിയുടെ വക, അടുത്തത് അല്ലേ മറ്റവൻ്റെ വക, ഇത്രയും.
ഇതല്ലേ ഇവിടെ നടക്കുന്നത്? ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഉടനെ കാണിക്കുന്നുണ്ടോ? എന്നിട്ട് ഇത് അവരെ കുറ്റം പറഞ്ഞാൽ മതിയോ? ഇതെല്ലാം കണക്കാ. കൂടുതൽ ആരും നല്ലവനൊന്നും ആവണ്ട. ഇവിടെ ഇമ്മാര് തെണ്ടിത്തരം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഇമ്മാര് തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. പഠിച്ചിട്ട് വന്ന് ഇവിടെയും കാണിച്ചില്ല. എന്തെല്ലാം പോക്രിത്തരം കാണിച്ചത്? കൈവെട്ടുക, ഹലാൽ ബോർഡ് വെക്കുക, ഇതൊക്കെ കച്ചറ പരിപാടി. ഇതൊക്കെ സൊസൈറ്റി ജീവിക്കുമ്പോൾ ബഹുസുര എന്താ പറയുക, മത സൗഹാർദ്ദ ഒരു രാജ്യത്ത് ഇതെല്ലാം നിൽക്കുന്നതിന് ഇടയെ കൊണ്ടുവന്ന് പ്രത്യേക യൂണിഫോം ധരിച്ച് നടക്കുന്നതും ഹലാൽ ബോർഡ് വെക്കുന്നതൊക്കെ റോങ് ആണെന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ ഈ രാജ്യത്ത് ജീവിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായിട്ടുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മറ്റേ സിന്ദാബാദ് എസ്തപ്പനെയും ഒക്കെ മനസ്സിലാക്കിയ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? നെഹ്റുവിനെ തൊട്ടിങ്ങോട്ടൊന്ന് ചിന്തിക്കേ. ഗാന്ധിജിയൊക്കെ മറന്നുപോയോ? ഗാന്ധിജി ഇച്ചിരി പ്രശ്നമാണ്, ചെറിയൊരു ഭിന്നിപ്പ് കൊടുത്താണ് അങ്ങോട്ട് പൊക്കോളാം, എല്ലാവരുടെ എവിടെയെങ്കിലും പോയി മൈരികളെ പോകുന്നുള്ള രീതിയിൽ ഒരു സാധനം ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടൊരു ശത്രുരാജ്യം ഉണ്ടായി. ഇല്ലാന്ന് അതുണ്ടാകത്തില്ല. കുറച്ചൊന്നും ഇവിടെ കിടന്ന് ചത്താൽ പോലും വിടരുതാണ്. അല്ല പിന്നെ അപ്പോൾ അങ്ങനെ എന്ന് തുടങ്ങിയ പരിപാടി ഇതൊന്നും അറിഞ്ഞില്ലേ? ഇപ്പോഴും അതിൻ്റെ പുറകെ പോയാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടുന്ന് പഠിച്ചു തുടങ്ങ്. ഇവിടെ ഉള്ളവർ ഇത്രയും പഠിച്ചാൽ, അല്ലാതെ അങ്ങ് 1000 വർഷം പഴയതൊന്നും പഠിക്കേണ്ട. ഇന്ത്യക്കാർ ഇന്ത്യയിൽ ഇരുന്ന് പഠിക്കേണ്ട ഇത്രയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അവർ വന്ന് ഇവരൊന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നമ്മൾ ഈ വിശ്വാസികളാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തോട്. അല്ലാതെ ഇവിടുത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയവും യുദ്ധവും ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് അതിൻ്റെ ഇവിടെ ഇരുന്ന് പ്രതികരിച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ടങ്ങ് ചെല്ലേ. അവിടെ കയറ്റു ഇമാര്. ഇപ്പോൾ ഗാസ യുദ്ധം നടക്കുക, പൊക്കോ എന്ന് പറഞ്ഞാൽ ചെല്ലു ഇമാര് യുദ്ധം ചെയ്യാൻ. കുറച്ച് അവിടെ കിട്ടുന്ന വടിയോ കമ്പോ എടുത്ത് കല്ലൊക്കെ എടുത്ത് എറിയാവും അറിയുന്ന പോലെ. ഇവിടെ കിടന്ന് എന്തിനാണ് ഞാൻ ആവശ്യം കാണിക്കുന്നത്? ഈ മാതിരി പരിപാടി ഉണ്ടെങ്കിൽ ഈ കാശ്മീരിൽ എന്തിനാണ് കേരളത്തിൽ വന്ന് വെച്ചോടുന്നത്? നേരെ ഇവനെന്താ ടിക്കറ്റ് എടുത്ത് പോകാൻ കാശില്ല ഗാസയ്ക്ക്? അല്ലേ വേണ്ട, പാലസ്തീനിലോട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തൂടെ? അവൻ എന്തിനാ ഇന്ത്യ നിന്നുകൊണ്ട് ഈ കളി കളിക്കുന്നത്? ഈ രാജ്യത്ത് ഇസ്രായേലായിട്ട് ഒരു പ്രശ്നമില്ല. ഇസ്രായേൽ ഇന്ത്യയും തമ്മിൽ നല്ല ടേംസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അവർ തമ്മിൽ നയപരമായ സാമ്പത്തികമായ അല്ലെങ്കിൽ കച്ചവടം ഒക്കെ ഉണ്ട്. പല പരിപാടികൾ നടക്കുന്നുണ്ട്. മോഡിക്ക് നെതന്യാഹു ഒരു അടുത്ത സുഹൃത്തുമാണ്. ആ രാജ്യത്താണ് ഈ പരിപാടി നടത്താൻ പാടില്ലാത്തത്. അതിനുള്ള യുക്തി മിനിമം ഇവന്മാരെ പഠിപ്പിക്കണം. അല്ലാതെ റോഡിൽ കിടന്ന് അവിടെ എൻ്റെ സദ്ദാം ഹുസൈന് തൂക്കിക്കൊന്നു ഇവിടെ പ്രതിഷേധവും പ്രാർത്ഥനയും കച്ചറയൊക്കെ കാണിക്കുന്ന ഊളകളെ എന്താ പറയണ്ടേ? ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെയൊക്കെ പ്രശ്നമായി ഇമാരി പഠിപ്പീരുള്ളതുകൊണ്ട് പറ്റിയതായത് ഇവനൊരു വെറു എര മാത്രമാണ്. ഏതോ തലതിരിഞ്ഞവൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇതിനിറങ്ങിയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കണം. ഇവൻ തീവ്രവാദിയാണ്. അല്ല, ഇവനൊന്നും അല്ല. ഇവന് ജാതി മതമൊക്കെ നോക്കിയാലും ഏത് രീതി നോക്കിയാലും ഇവൻ ഹിന്ദു തീവ്രവാദിയാണ്. ഹിന്ദു ആണെങ്കിൽ അവനെ ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കും. ഇവൻ മുസ്ലിം ആയതുകൊണ്ട് ഇവനെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കും. ഇവൻ തീവ്രവാദിയാണ്. അവനെ ഇവിടെ വിടരുതാണ്. ഇങ്ങനത്തെ പണി കാണിച്ചു കഴിഞ്ഞാൽ അവനെ അകത്തിടണതാണ്. അവനെ ഇതിനെ കാശ്മീരിലോട്ട് പറഞ്ഞാൽ അവനായിട്ട് ഈ ഒരു കച്ചവടം വേണ്ട. അവനെ തിരിച്ചു വിടും. എന്നിട്ട് പറഞ്ഞു വിടണം അവനോട്, ഈ മേൽ ഇതുപോലത്തെ ആൾക്കാരെ ഇങ്ങോട്ട് വിടരുതെന്ന് പറയണം. മനസ്സിലായോ? ഇങ്ങനത്തെ പഠിപ്പീരുള്ള, ഇങ്ങനത്തെ ഐഡിയോളജിയുള്ള, ഇങ്ങനെ എന്തെങ്കിലും വേർതിരിവ് തോന്നുന്നവൻ ഇനി കേരളത്തിലോട്ടെങ്കിലും വരുന്നത് അവൻ കാശ്മീരിൽ കിടക്കട്ടെ, കാശ്മീരിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവന്മാർ അവിടെ കിടന്ന് തലതിൽ ചാവട്ടെ. എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ വേണ്ട ഇങ്ങനത്തെ കച്ചവടം.